ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം അവസരങ്ങൾ കൊടുക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ നാം എങ്ങനെയാണ് കാണുക? യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. 19-ാമത്തെ വചനം: ഇത് അവൻ പറഞ്ഞത് ഏത് വിധമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് ലിഹായോട് ഈശോ പറയുകയാ, ഇനി മുതൽ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും ചെയ്യും. ഇവിടെ മറ്റൊരുവൻ എന്ന് പറയുക ഈശോയാണ്. ഈശോ അവൻ്റെ അരമുറുക്കാൻ പോവുകയാ. മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വചനം പറയുകയാ. അതുവഴി നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് ഈശോ എഴുതി വച്ചിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ ജീവിതം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, ഈശോയ്ക്ക് ഇടപെടാൻ വിട്ടുകൊടുക്കുക. ഈശോ എൻ്റെ അരമുറുക്കണം, ഈശോ എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങണം. അവിടെയാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുക. പത്രോസ് ലിഹായുടെ ജീവിതത്തിൻ്റെ ചരിത്രം മുഴുവൻ നാം വായിച്ച് കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു, ഈശോയ്ക്ക് വേണ്ടി കുരിശിൽ തലകീഴായി മരിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തി. ഒന്ന് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോയുടെ മുമ്പിൽ തൻ്റെ സ്നേഹം ഏറ്റുപറഞ്ഞപ്പോൾ ഈശോ അവൻ്റെ അരമുറുക്കുകയും അവനെ തമ്പുരാൻ സ്വർഗത്തിൻ്റെ വലിയ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഏൽപ്പിക്കുകയും ചെയ്തെന്ന് നമുക്കറിയാം. ഈ വലിയ സ്ലീഹായുടെ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. അവനെ സമർപ്പിച്ചിട്ട് അവൻ നമ്മുടെ അരമുറുക്കാൻ നാം അവനോട് ആവശ്യപ്പെടുക. നീ നിൻ്റെ കൈ നീട്ടിക്കൊടുക്കുക. കൈ നീട്ടിക്കൊടുക്കുകയും മറ്റൊരുവൻ അരമുറുക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കാരാഗ്രഹവാസിയെ പോലെ നീ അവന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് നിൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്ത് നിൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിൻ്റെ ജീവിതത്തിലുണ്ടാവേണ്ട ആദ്യത്തെ മനോഭാവം ഇതാ: ദൈവം ഇടപെടാൻ വേണ്ടി നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക, അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈശോയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം മുഴുവനാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഈശോ ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമുക്കറിയാം. ഇതിന് ഒരു ആരംഭമുണ്ട്. ഈ ആരംഭമാണ് നാം കാണുക. ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 21 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനം ഏറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. അവർ ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റുവെന്ന്. എല്ലാവർക്കും സ്നാനം കൊടുക്കേണ്ട ഈശോ സ്നാപക യോഹന്നാൻ്റെ മുൻപിൽ പോയി സാധാരണ ഒരു മനുഷ്യനെ പോലെ നിന്ന് തൻ്റെ അരമുറുക്കാൻ, അല്ലെങ്കിൽ ദൈവം ഇടപെടാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലൂടെ പിതാവ് മഹത്വപ്പെടാൻ ആഗ്രഹിച്ച് വിട്ടുകൊടുക്കുന്ന ഒരു ഈശോയെ നാം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ പിതാവിൻ്റെ മുമ്പിൽ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് തമ്പുരാൻ 2 സമ്മാനങ്ങൾ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ സമ്മാനം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വരുന്നു. രണ്ടാമത്തെ വലിയ സമ്മാനം എന്ന് പറയുക, പിതാവിൻ്റെ സ്വരം കേൾക്കാൻ അവിടത്തേക്ക് സാധിച്ചു എന്നതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വലിയ സ്വരം. ഈ 2 വലിയ സമ്മാനങ്ങൾ ഈശോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ അവിടത്തേക്ക് കിട്ടിയത് എന്ന് പറയുക ശരീരത്തിൻ്റെ ശുദ്ധിയോ ആത്മശുദ്ധിയോ അല്ല, മറിച്ച് ഒരു പുതു കാഴ്ചയും ഒരു പുതു കേൾവിയുമാണ്.
ഈ കാഴ്ച എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും, ഈ കേൾവി എന്ന് പറയുന്നതാണ് പിതാവിൻ്റെ സ്വരവുമെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഇത് അനുദിനം നടക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ജലം കൊണ്ട് സ്നാനം സ്വീകരിച്ചവരാ. ഈശോ ജോർദാനിലെ ജലം കൊണ്ട് സ്നാനം സ്വീകരിച്ചെങ്കിൽ അവൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ അവസാന ഫലം എത്തി നിൽക്കുക കുരിശിലെ ജീവജലത്തിലാണ്. ഹൃദയം തുറന്നുകൊണ്ട് പുറത്തേക്ക് വന്ന ജീവജലത്തിൻ്റെ സ്നാനത്തിലൂടെ മനുഷ്യ മക്കളെ നയിക്കുവാൻ തക്കവിധം കുരിശിൽ അവിടുന്ന് സമർപ്പിച്ച ഒരു വലിയ അനുഭവം. പിതാവ് ഇടപെടാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു ഈശോയെ നാം കാണുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നുവെന്ന്. വീണ്ടും വചനം ഹെബ്രായർ 10:10. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈശോ തന്നെ തന്നെ പിതാവ് ഇടപെടാൻ വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ മനുഷ്യരക്ഷ സാധിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ ഞാൻ അനുദിനം വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് നിത്യജീവൻ്റെ വലിയ സമ്മാനത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ജീവജലത്തിൻ്റെ വലിയ ഒഴുക്കിലേക്ക് വളരാൻ തക്കവിധം ഞാൻ കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോയുടെ ജ്ഞാനസ്നാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിതാവ് അവൻ്റെ മേൽ ഇടപെടാൻ വേണ്ടി അവിടുന്ന് വിട്ടുകൊടുത്തപ്പോൾ ഈശോയെ നാം കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ച ഈശോ ഇവിടെ ധൈര്യപൂർവ്വം പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ ദൗത്യമെന്ന് പറയുക ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നുവെന്ന്. ആ കാലഘട്ടത്തിൽ നടക്കുന്ന അടിച്ചമർത്തപ്പെട്ട കുറച്ച് പേരുണ്ട്, അവർക്ക് മോചനം കൊടുക്കാൻ ആരുമില്ലായിരിക്കുമ്പോഴും ഈശോ പറയുകയാണ്, പിതാവ് ഇടപെടാൻ വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ ഈശോയ്ക്ക് കിട്ടിയ പുതിയ ദർശനത്തിൽ നിന്ന് ഈശോ പറയുകയാ, ഒരു പുതിയ ദർശനമാണ് എനിക്ക് ലഭിച്ചിരിക്കുക. എൻ്റെ മേൽ ആത്മാവുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കണം, പാവപ്പെട്ടവർക്ക് രക്ഷ കൊടുക്കണം, ബന്ധിതർക്ക് മോചനം കൊടുക്കണമെന്ന് പറഞ്ഞ് പിതാവിന് ഇടപെടാൻ വേണ്ടി, ദൈവം ഇടപെടാൻ വേണ്ടി തന്നെ സമർപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘട്ടത്തിൽ നിന്ന് നാം എത്തിച്ചേരേണ്ട പദവികൾ ഈശോ ഓരോ മണിക്കൂറിലും നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ജീവിതം നാം ധ്യാനിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻ്റെ ജീവിതം അതാണ് ഈശോയിൽ നിന്ന് ആവശ്യപ്പെടേണ്ടത്. പക്ഷേ ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോഴും ഈ വേദനയിലും നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദിശാബോധം തരുന്ന യേശുവിലേക്ക് ഞാൻ നോക്കണം. യേശുവിൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടുപഠിക്കണം. യേശുവിൻ്റെ ജീവിതം കണ്ടു തുടങ്ങുമ്പോൾ എനിക്ക് നിഷ്ക്രിയനായി ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കും. എൻ്റെ കൈകൾ പ്രവർത്തിച്ചു തുടങ്ങും. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, അതിനാൽ ഞാനും പ്രവർത്തിക്കുന്നുവെന്ന്. അത് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് യേശു ഇടപെടാൻ വേണ്ടി നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വെറുതെ ഇരിക്കാൻ സമയമില്ല. ഒരു മിനിറ്റ് പോലും നഷ്ടമാക്കാതെ കിട്ടിയ പുതിയ ദർശനങ്ങൾക്ക് വേണ്ടി, പുതിയ വെളിപ്പെടുത്തലിന് വേണ്ടി, ഈ ജ്ഞാനസ്നാനത്തിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ ആവേശത്തിന് വേണ്ടി ഓടി നടക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അനുഭവം നമുക്ക് വേണം. ദൈവം യേശുക്രിസ്തുവിനോട് ചെയ്ത രക്ഷയുടെ പ്രഘോഷണമാണ് ഇന്ന് നാം തുടരേണ്ടതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായ ഈശോയെങ്കിൽ ഈ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ നിലപാടുകളോട് ജീവിതം കൊണ്ട് ഒരകലം സൂക്ഷിക്കാതെ ആർക്കും ഈ സുവിശേഷ പ്രഘോഷണത്തിനോ അല്ലെങ്കിൽ ആർക്കും ഈ ഒരു വലിയ ദർശനത്തിനോ എത്തിച്ചേരാനായിട്ട് പറ്റുകയില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു വലിയ ദർശനം, ആ ഒരു വലിയ വെളിപാട് നമുക്ക് വേണം. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ലോകത്തിൻ്റെ നിലപാടുകളോട് ഒരു അകലം സൂക്ഷിക്കുക. അപ്പോഴാണ് യേശു നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുക.
നിൻ്റെ ജീവിതത്തിൽ അരുതെന്ന് പറയുന്ന ചില കാര്യങ്ങൾ നീ അരുതാക്കി തന്നെ വെക്കേണ്ടിയിരിക്കുന്നു. അത് യേശുവിന് വേണ്ടിയായിരിക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ നീ എടുക്കേണ്ടത്. ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് നാം കടന്നു പോകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലും സാഹചര്യങ്ങളിലും വ്യക്തിയിലൂടെയും ഒക്കെയാകാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുക. ഈ ദൈവം ഇടപെടാൻ വേണ്ടി നാം നമ്മളെ വിട്ടുകൊടുക്കണം. നമ്മുടെ കാഴ്ചയ്ക്കും കൺവെട്ടത്തിനും അപ്പുറത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അനുഭവങ്ങളിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഈ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാവണം. അതിലാണ് നമുക്ക് തൃപ്തി കണ്ടെത്താനായിട്ട് സാധിക്കുക. കാഴ്ച എന്നാൽ ദൈവത്തെ കാണാൻ പറ്റുക, കേൾവി എന്നാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. കണ്ണുണ്ടായാൽ കാഴ്ച സാധ്യമാകണമെന്നില്ല. കാരണം നമ്മുടെ പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സാവൂൾ ദൈവത്തെ ദർശിച്ചത് അന്ധനായിരുന്നപ്പോഴാണ്. പൗലോസിൻ്റെ തന്നെ വാക്കുകൾ കൂടുതൽ വെളിച്ചം തരുന്നതായി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുക, നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായ സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹായോട് തമ്പുരാൻ ഇങ്ങനെ പറയുമ്പോൾ, അന്ധനായിരിക്കുന്ന പൗലോസ്ലീഹായ്ക്ക് ദൈവത്തിൻ്റെ ദർശനം കിട്ടുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല ഏത് നിമിഷമാണ് ദൈവം എൻ്റെ അരമുറുക്കാൻ പോകുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഉപയോഗിക്കുക എന്ന്. നീ നിന്നെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തേക്കുക. ദൈവമേ ഇടപെടണമേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് സമർപ്പിക്കുമ്പോൾ വലിയ തിരിച്ചറിവുകൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. ജോർദാനിലെ ആത്മാവിൻ്റെ ചലനം എല്ലാം പുനർക്രമീകരിച്ച് നവീകരിച്ചു തുടങ്ങിയതായി ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷമുള്ള ഈശോയുടെ പ്രവർത്തനങ്ങൾ നാം കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് നാം ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. നമ്മുടെ ജ്ഞാനസ്നാനം മുതൽ ഈ സമയം വരെ, ഇനി ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ഇടപെടാൻ അനുവദിച്ചുകൊണ്ട് എന്നിലൂടെ എന്തൊക്കെ ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ പുനർനവീകരിക്കാൻ, എന്തൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു, ആ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ആ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുവാൻ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ 2 ശിഷ്യരെ നാം കാണുന്നുണ്ട്, പീലിപ്പോസിനെയും നഥാനിയേലിനെയും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 43 മുതൽ 49 വരെയുള്ള വചനങ്ങൾ. പീലിപ്പോസും നഥാനിയേലും. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അതിനുശേഷം 46-ാമത്തെ വചനത്തിൽ നഥാനിയേൽ ചോദിക്കുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് അവനോട് പറഞ്ഞു, വന്ന് കാണുക എന്ന്. ഈ വചനഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 2 കണ്ടുമുട്ടലുകളാണ് നാം കാണുക. യേശു പീലിപ്പോസിനെ കാണുന്നു, പീലിപ്പോസ് നഥാനിയേലിനെ കാണുന്നു. ഇന്ന് എൻ്റെ ജ്ഞാനസ്നാന ജീവിതത്തിൻ്റെ തുടർച്ചകൾ ഞാൻ എങ്ങനെ നിർവഹിക്കണമെന്ന് ഈ വചനഭാഗം വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യേശു പീലിപ്പോസിനെ കാണുന്നു, പീലിപ്പോസ് നഥാനിയേലിനെ കാണുന്നു. അവൻ കണ്ട കാര്യം ചെന്ന് പറയുകയാണ്. പീലിപ്പോസ് അവനെ വന്ന് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. യോഹന്നാൻ 1:46 എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക എന്ന്. വന്ന് കാണുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് നഥാനിയേൽ വരുമ്പോൾ നഥാനിയേലിൻ്റെ മനസ്സിൽ ഒരു നന്മയും ഉണ്ടാവില്ല എന്നൊരു ചിന്താഗതിയോടെ അവൻ കടന്നു വരിക. ഒന്നുമില്ല എന്നുള്ള വിധത്തിൽ ലോകത്തിൻ്റെ ചിന്തകളുമായി കടന്നു വരുന്ന നഥാനിയേലിൻ്റെ ചിന്തകളെ ഈശോ മാറ്റിമറിക്കുന്നതായി വചനഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നഥാനിയേൽ തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈശോ അവനോട് സംസാരിക്കുന്ന സമയം തന്നെ അവൻ തന്നെ അടിയറ വയ്ക്കുന്നതായി നാം കാണുന്നുണ്ട്. വചനം ഇതാണ്, നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നുവെന്ന്. യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നത് മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണെന്ന്. എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന നഥാനിയേലിൻ്റെ അതേ അധരങ്ങളിൽ നിന്ന് യേശുവിനെ ദൈവമായി ഏറ്റുപറയാൻ തക്കവിധമുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്ക്, വലിയൊരു ദർശനത്തിലേക്ക് നഥാനിയേലിനെ ഈശോ വളർത്തിക്കൊണ്ടുവരുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം ഇടപെടാൻ വേണ്ടി നഥാനിയേൽ വിട്ടുകൊടുക്കുക. എങ്ങനെ വിട്ടുകൊടുത്തു? പീലിപ്പോസ് വിളിച്ച അതേ സമയം തന്നെ നഥാനിയേൽ പീലിപ്പോസിൻ്റെ കൂടെ യേശുവിനെ കാണാൻ വരികയാണ്.
എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവ അനുഭവത്തിന് വേണ്ടി, ദൈവം ഇടപെടാൻ വേണ്ടി പല പല സാഹചര്യങ്ങളിലൂടെ ഇന്ന് പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, മറ്റ് വ്യക്തികളിലൂടെ, വചനപ്രഘോഷങ്ങളിലൂടെ എല്ലാം ഈശോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഇടപെടാൻ സമയമായി. എൻ്റെ പാപജീവിതം മാറ്റിവെച്ചിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് വിശുദ്ധിയിൽ വളരാൻ വേണ്ടി, അല്ലെ എൻ്റെ ജീവിതം കുറച്ചുകൂടി അനുഗ്രഹപ്രദമാക്കാനുള്ള സമയമായെന്ന് പല അവസരങ്ങളും വിളിക്കുമ്പോഴും ഞാൻ ഹൃദയം അടച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ തമ്പുരാൻ ഇടപെടാൻ വേണ്ടി ഒരു പടി എടുത്തു വയ്ക്കാൻ, ഒരു കാലെടുത്ത് വയ്ക്കാൻ, ഒരു ധ്യാനം കൂടാൻ പോകാൻ ഞാൻ തയ്യാറാവാതെ എൻ്റെ മദ്യപാനത്തിൻ്റെ കെട്ടുകളിൽ തന്നെ ഞാൻ സ്ഥിരമായി ഇരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാപക്കെട്ടുകൾക്കിടയിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിൽ, ഒരിക്കലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയില്ല. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. നഥാനിയേലാണ് യേശുവിനെ ദൈവപുത്രനായി ആദ്യം തിരിച്ചറിയുക. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് കടന്നു പോകുമ്പോൾ നഥാനിയേൽ യേശുവിനെ ദൈവപുത്രനായി ആദ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്, നീ യേശുവാണ്, ക്രിസ്തുവാണ്, മിശിഹായാണ് എന്ന്. എന്നാൽ നഥാനിയേൽ ഏറ്റു പറയുകയാണ്, നീ ദൈവപുത്രനാണ് എന്ന്. റോമാക്കാർക്ക് ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നാം വായിച്ച് കടന്നു പോകുമ്പോൾ യേശുവിനെ ദൈവപുത്രനാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നീ വിശ്വാസത്തിൽ വളരുക എന്ന് പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ യേശുവിനെ ദൈവപുത്രനായി ഇവിടെ നഥാനിയേൽ ഏറ്റു പറയുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വലിയ അനുഭവം ഉണ്ടാവുകയാണ്. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന പീലിപ്പോസ് വഴിയാണ് എങ്കിലും അവിടെ വന്നപ്പോൾ അനേകരെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിക്കുക മാത്രമാണ് നിന്റെ ധർമ്മം. യേശുവിനെ അടുത്തെത്തിച്ചാൽ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞുകൊള്ളും. യേശുവുമായി അവർ ആത്മബന്ധത്തിലായിക്കൊള്ളും. നിന്റെ ജീവിതം യേശുവിലേക്കുള്ള ഒരു കൈച്ചൂണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നഥാനിയേലിന് പറ്റുകയാണ്. നഥാനിയേലിൻ്റെ ജീവിതം തന്നെ തമ്പുരാനായിട്ട് എടുത്തു മാറ്റിമറിക്കുകയാണ്. വലിയ ഒരു വ്യത്യസ്തമായൊരു ചിത്രം അവന് വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. യേശു ഇടപെടാൻ വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുകയാണ്. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ പന്തക്കുസ്ത ദിനത്തെക്കുറിച്ചാണ് അവിടെ പറയുക. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം അവിടെ ഇങ്ങനെ ചുറ്റിക്കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ഇടപെടാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവശക്തി ഇറങ്ങാൻ വേണ്ടി, ദൈവം ഇടപെടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന, തപസ്സിരിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നത് നാം കാണുന്നുണ്ട്. ആ ആത്മ അഭിഷേകത്തിന് ശേഷം അന്ന് വരെ ലഭിക്കാത്ത മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് അവർ കടന്നു പോവുക. അവർ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത അവസ്ഥകളിലേക്ക് തമ്പുരാൻ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈശോ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ അരമുറുക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരെ അനുവദിക്കുകയാണ്. പത്രോസ് സ്ലീഹ ഈശോയ്ക്ക് വേണ്ടി തലകീഴായി മരിച്ചുവെങ്കിൽ, കുരിശിൽ മരിച്ചുവെങ്കിൽ, യാക്കോബ് സ്ലീഹ ഈശോയുടെ ശിഷ്യയിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറി. അങ്ങനെ ശിഷ്യരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, ഒരുപോലുള്ള അനുഭവങ്ങളല്ല, വ്യത്യസ്തമായ അനുഭവങ്ങൾ തമ്പുരാൻ വെച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലോകം പോകുന്ന പോക്കിന് ഒരുപോലെ ഒഴുക്കിനൊത്ത് ഞാനും നിങ്ങളും മുന്നോട്ട് കടന്നു പോയാൽ ജീവിതത്തിൽ വിജയത്തിലെത്താൻ പറ്റില്ല. മറിച്ച് ഇത്രയും നാളും ഞാൻ കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഒന്ന് നിന്നിട്ട്, എൻ്റെ ദൈവമേ നീ ഇടപെടാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു സറണ്ടർ ഞാൻ വെച്ചു കൊടുത്തിട്ട്, ദൈവമേ ഒരു പുതിയ ചിത്രം, ഒരു പുതിയ വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു അഭിഷേകം, എൻ്റെ ജ്ഞാനസ്നാന വ്രതത്തിൻ്റെ പൂർണ്ണത എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം, പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവർ ആരും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവരെ എല്ലാം ഉയർപ്പിക്കണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടമെന്ന്. എങ്കിലും ആ ഒരു ഇഷ്ടത്തോട് നീ നിന്നെ തന്നെ കൊടുക്കുക. അവൻ നിൻ്റെ അരമുറുക്കട്ടെ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, അവൻ നിന്നെ നയിക്കട്ടെ. ശിഷ്യരുടെ അരമുറുക്കി ഈശോ ശിഷ്യരെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ നയിച്ചപ്പോൾ അവൻ അവിടെ കൈവിട്ടില്ല. അവൻ അവരുടെ കൂടെ നടന്നിട്ട് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിച്ചു കൊടുത്തില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തെ തമ്പുരാന് ഒന്ന് വിട്ടുകൊടുക്കുക.
ഒന്ന് സറണ്ടർ ചെയ്തിട്ട് ദൈവമേ നീ ഇടപെടണമേ എന്ന് പറയുക. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ ദൈവം ഇടപെട്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മറുതലിക്കുകയാണ്. മറുതലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരം അകന്നു പോകുന്നത്. മറുതലിക്കാതെ പീലിപ്പോസിൻ്റെ കൂടെ നഥാനിയേൽ കടന്നു പോയതുപോലെ ദൈവം വിളിക്കുന്ന ആ ദൈവം ഇടപെടാൻ വേണ്ടി കാത്തുവയ്ക്കുന്ന സാഹചര്യങ്ങളിലെ വഴികളിലൂടെ നീയും ഒരു പടി എടുത്തു ചവിട്ടി മുന്നോട്ട് പോവുക. അപ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുക്കി തരും. ചിലപ്പോൾ ഒരു പക്ഷേ പ്രകൃതിയിലൂടെ ആവാം നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ ചില വ്യക്തികൾ വഴിയാവും, അല്ലെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വഴിയാവും, ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥകൾ വഴിയാവും. ഞാനൊന്ന് മാറേണ്ടിയിരിക്കുന്നു, ദൈവം ഇടപെടാൻ വേണ്ടി എന്നെ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വലിയ ദൗത്യം എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ ഇന്ന് ഞാൻ കടന്നു പോകുന്നുണ്ട്. ഒന്ന് കണ്ണു തുറക്കണം. കണ്ണു തുറന്ന് ഈശോയുടെ ഈ വലിയ ഇടപെടലിന് വേണ്ടി കണ്ണു തുറന്ന് കണ്ടുമുട്ടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഭവവും ദൈവത്തിൻ്റെ അഭിഷേകവും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു അനുഭവം നമുക്ക് വേണം. അതിനു വേണ്ടി എൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ദൈവം ഇടപെടാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുണ്ട് എന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽ ദൈവം ഇടപെടാൻ വേണ്ടി ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് ആത്മാർത്ഥമായിട്ട് സധൈര്യം നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ഇടപെടാൻ അവസരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് കാത്തിരിക്കാൻ, തമ്പുരാൻ എന്താണ് ഇടപെടാൻ പോകുന്നത് എന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഈ ഒരു അനുഭവം ഇന്ന് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ആർക്ക് എത്ര നഷ്ടമുണ്ടായാലും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഈ സ്വാർത്ഥതകളൊക്കെ ഒന്ന് മാറിയിട്ട് ദൈവം ഇടപെടാൻ വേണ്ടി നമുക്ക് സമർപ്പിക്കാം, നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. മനുഷ്യനെ കടിച്ചു കീറുന്ന ഒരു ചെന്നായായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ എൻ്റെ ജീവിതത്തെ നീ ഏറ്റെടുത്ത് നീ ഒന്ന് ഇടപെടണമേ, നീ ഒന്ന് മാറ്റിമറിക്കണമേ. ഒന്നിനും തകർക്കാൻ പറ്റാത്ത ആ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാതോർത്തിട്ട് ദൈവം നയിക്കുന്ന വഴിയിലൂടെ വിളിയിലൂടെ പോകാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇടപെടണമേ. സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ദൈവം ഏത് നിമിഷമാണ്, ഏത് മേഖലയിലാണ് അവിടുന്ന് ഇടപെടുക. അവിടുന്ന് എന്നെ വിളിക്കുന്ന സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞ് ആ വിളിയോട് പ്രത്യുത്തരിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക്, അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കാൻ, ദൈവ ഇടപെടലുകൾ എൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ നടക്കാൻ ഈശോയെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. അവിടുത്തെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.